ഇനി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടി, പ്രമേഹം ഞങ്ങൾ മാറ്റിത്തരും. നിങ്ങളുടെ പ്രമേഹം ഞങ്ങളുടെ മരുന്ന് കഴിച്ചിട്ട്, ഞങ്ങൾ പറയുന്ന രീതിയിൽ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വരിക, ഞങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ ചികിത്സിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി എന്നിട്ടും നിങ്ങളുടെ അസുഖം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചിട്ടുണ്ടായ കോമ്പൻസേഷൻ ഞങ്ങൾ തരുന്നതായിരിക്കും. 1847 തുടങ്ങിയ ഒരു ആയുർവേദ വൈദ്യശാലയുടെ പേരാണ് കണ്ടംകുളത്തി. ആ വൈദ്യശാലയിലെ മാളയിലാണ് നിൽക്കുന്നത്. എൻ്റെ ഇരിക്കുന്ന പ്രൊഡക്റ്റ് കണ്ട, ഇതാണ് മേഘയോഗ്. ദേ നമ്മുടെ അടുത്ത് 6ാം തലമുറ, അതായത് 1847 തുടങ്ങിയ ഈ കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയുടെ 6ാം തലമുറക്കാരനാണ് ഫ്രാൻസ് ചേട്ടൻ. ഫ്രാൻസിനടുത്താണ് നിൽക്കുന്നത്. ഫ്രാൻസ് ചേട്ടാ, ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്, ഈ പറയുന്ന പ്രൊഡക്റ്റിനെ വെല്ലാൻ ഒന്നുമില്ല ആയുർവേദത്തിൽ, ഈ പറയുന്ന ഷുഗറിനെ പ്രതിരോധിക്കാൻ. സത്യമല്ലേ? 100% ധൈര്യമായിട്ട് പറയാം. 100% ധൈര്യമായിട്ട് പറയാം. എന്തുകൊണ്ട് ധൈര്യമായിട്ട് പറയാമെന്ന് വെച്ചാൽ, ഇത് കഴിച്ചിട്ട് മാറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾ അവരെ ഏറ്റെടുക്കും ഫുള്ളായിട്ട്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് 1 മാസം നമ്മൾ ചികിത്സിപ്പിച്ച് നിങ്ങളുടെ ഷുഗറിൽ വേരിയേഷൻ വരുത്തി ഞങ്ങൾ കാണിച്ചു തരും. അതാണ് നമ്മുടെ ഉറപ്പ്. അതായത് 176 വർഷത്തിൽ പരം പാരമ്പര്യമുള്ള ഒരു ഫേമിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അതിന്റെ പ്രൊഡക്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാം അല്ലേ? ഈ കാണുന്ന 9 മെഡിസിനുകളാണ് പൊടിച്ചു വന്നിരിക്കുന്ന രൂപമാണ് ഈ താഴത്ത് വരുന്നത് അല്ലേ? ഇത് ഇങ്ങനെയൊന്നല്ല, ഇത് റോ മെറ്റീരിയൽ ആയിട്ട് വരുമ്പോൾ നിറച്ചും മണ്ണും ഇത് ചെല്ലായിട്ട് വരുന്ന വേരുകളും തണ്ടുകളൊക്കെ വരുന്നത്. ഇത് വൃത്തിയായി കഴുകി, ഓരോന്നും വ്യക്തമായി കഴുകി വൃത്തിയാക്കി ഓരോ വേരെടുത്തിട്ടും അത് ക്ലീൻ ചെയ്ത് നമ്മൾ ചതച്ച് പൊടിച്ചുണ്ടാക്കേണ്ട ഒരു രൂപമാണത്. നമ്മളുടെ ഈ പൊടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊടി 3 വർഷം വരെ ഇതിന് വാറണ്ടി ഉണ്ട്. അത് മാനുഫാക്ചറിംഗ് ഡേറ്റിന്, എക്സ്പയറി ഡേറ്റിന് 3 വർഷത്തെ വാറണ്ടി നമ്മളുടെ ഈ മേഘയോഗ് പൗഡറിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ മറ്റുള്ള കെമിക്കലോ ചേർക്കാണ്ട് തന്നെ. ഒരു സംശയമാണത്. കാരണം ഇപ്പൊ ഈ കാലഘട്ടത്തിൽ എല്ലാം ലിക്വിഡിലാണ്, അത് ഏറ്റവും ഈസി യൂസ് എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇപ്പോഴും ആ പൊടി കലക്കി കുടിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ യൂസിങ് എങ്ങനെ ഇതിൻ്റെത്? ഇത് പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് കഷായം വെച്ച്, അതായത് പൗഡർ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് അരിച്ചിറക്കി ആറ്റി കുടിക്കണം രാവിലെയും രാത്രിയിലും അതാത് സമയത്ത്. ഇത്രയും പ്രോസസ്സിങ് ചെയ്യണ്ടേ? നമുക്ക് ഇത് ലിക്വിഡ് ഫോം ആണെങ്കിൽ ഈസി അല്ലേ? അത് ഈസിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രമേഹം എന്നുള്ളത് എല്ലാവരും പറയുമ്പോൾ വളരെ സിമ്പിളാണ്, ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ്. പക്ഷെ പ്രമേഹത്തിന്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും സ്റ്റാറ്റസ് ഒക്കെ അങ്ങോട്ട് മാറും. പ്രമേഹം എന്നുള്ളത് ഒരു മഹാരോഗമാണ്, ഒരു മാറാരോഗമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വേൾഡിൽ തന്നെ WHO അല്ലെങ്കിൽ അമേരിക്കൻ ഡയബറ്റിക് സൊസൈറ്റി ഒക്കെ ഈ ക്രോണിക് ഡിസീസ് എന്നുള്ള ഒരു ലിസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും കേട്ടിരിക്കുന്ന കൊറോണ, എയ്ഡ്സ്, ക്യാൻസർ ഒക്കെ പോലെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്രോണിക് ഡിസീസ് മാനേജ് സിസ്റ്റത്തിനകത്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്രോണിക് ഡിസീസ് പറയുന്നത് ഡയബറ്റിക് ആണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിത്തൗട്ട് പറഞ്ഞ് ചുമ്മാ ചിരിച്ചു തള്ളുന്ന ഇത് ഇത്രയും വലിയൊരു മാരക രോഗമാണ് ഈ ക്രോണിക് ഡിസീസ് എന്നല്ലാതെ. ഇതിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലെ ആയുർവേദത്തിൽ ഇതിനെ പൂർണ്ണമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരാവുന്ന, ഈ പ്രമേഹത്തിന്റെ അനുബന്ധ രോഗങ്ങളെ പൂർണ്ണമായി സുഖപ്പെടുത്തുന്ന മെഡിസിൻ അവൈലബിൾ ആണ്. എസ്പെഷ്യലി കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയ്ക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന ഇത്രയും ഏകദേശം 9ഓളം ഈ പറയുന്ന അങ്ങാടി മരുന്നുകൾ കഴുകി പൊടിച്ചുണ്ടാക്കി പ്രോസസ് ചെയ്ത് വന്നിരിക്കുന്ന ആ പൗഡർ, ഈ പൗഡർ നമ്മൾ രാവിലെയും രാത്രിയും വെള്ളത്തിൽ തിളപ്പിച്ച് കഷായ രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയാൻ ഷുഗർ നിയന്ത്രണ വിധമാവും. ഷുഗർ കൺട്രോളിലേക്ക് വരും. മാറുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പറഞ്ഞിട്ട് ഷുഗർ ഒരിക്കലും മാറൂല. കാരണം പറയാനായിട്ട് ഇപ്പൊ ചുമ വരുന്നു, പനി വരുന്നു, ഇത് മാറി വീണ്ടും വരുന്നില്ലേ? അപ്പൊ നമ്മളുടെ മോഡേൺ സയൻസിൽ ഇത് മാറില്ല എന്ന് പറഞ്ഞ രീതിയിലല്ല. നമ്മളുടെ എത്രയൊക്കെ ഷുഗറുള്ള ആളാണെങ്കിലും വർഷത്തിൽ എത്ര നോർമലായിട്ട് പോയാലും വർഷത്തിൽ 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം ഷുഗർ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യും, കൂടി വരും. ഈ ക്ലൈമറ്റിക്കൽ ചേഞ്ച് വരുന്ന സമയത്ത് അന്തരീക്ഷോഷ്മം ഉയരും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി ഹീറ്റ് കൂടും. ബോഡി ഹീറ്റ് കൂടുമ്പോൾ സാധാരണ ഷുഗർ ബൂസ്റ്റപ്പ് ചെയ്യും. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഷുഗർ വന്നൊരു വ്യക്തിയെ സംബന്ധിച്ച്, ഷുഗർ ഉള്ള ഒരാളെ സംബന്ധിച്ചും കൊണ്ട് ചിലപ്പോൾ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് ആ ക്ലൈമാറ്റിക്കൽ ചേഞ്ച് വരുന്ന ഒരു 3-4 ആഴ്ച സമയത്ത് പെട്ടെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് നോക്കിയപ്പോൾ ഷുഗർ 300, 350, 400 ഒക്കെ ആയിരുന്നു. അത് ഇങ്ങനത്തെ ക്ലൈമാറ്റിക്കൽ ചേഞ്ച് വരുന്ന സമയത്താണ്. പക്ഷേ മോഡേൺ സയൻസർ അപ്പോഴേക്കും ഇൻസുലിൻ്റെ അളവും മറ്റു മരുന്നിൻ്റെ അളവ് ഡോസേജ് കൂട്ടി ആളെ പേടിപ്പിച്ചൊരു വല്ലാത്ത രീതിയിലേക്ക് ആക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈഫ് സ്റ്റൈല് ഒരു 2 ആഴ്ച, ഒരു 3 ആഴ്ച ഒന്ന് മാനേജ് ചെയ്താൽ വീണ്ടും പഴയ പോലെ പോകാവുന്ന കാര്യമുള്ളത്. ഇനി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടി, പ്രമേഹം ഞങ്ങൾ മാറ്റിത്തരും, ഞങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. ഇനി നിങ്ങളുടെ പ്രമേഹം ഞങ്ങളുടെ മരുന്ന് കഴിച്ചിട്ട്, ഞങ്ങൾ പറയുന്ന രീതിയിൽ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വരിക, ഞങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ ചികിത്സിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി എന്നിട്ടും നിങ്ങളുടെ അസുഖം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചിട്ടുണ്ടായ കോമ്പൻസേഷൻ ഞങ്ങൾ തരുന്നതായിരിക്കും. ഇത്രയും ധൈര്യത്തോടെ
ഈ ഷുഗർ എന്ന് പറയുന്ന ഇത്രയും വലിയ പ്രശ്നം പിടിച്ച രോഗത്തിനെ ചലഞ്ച് ചെയ്ത് പറയാൻ ഇന്ന് ഒരു ബ്രാൻഡിനെ പറ്റുള്ളൂ. അത് ഈ 126 വർഷമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ കയറിയ കണ്ടംകുളത്തേക്ക് മാത്രമേ പറ്റുള്ളൂ. ഫ്രാൻസേട്ടാ, ഇതാണ് നമ്മുടെ സംഭവം. എന്താണിത്? ഇതാണ് നമ്മളിപ്പോ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഏകനായകം എന്നുള്ള ഐറ്റം ഉണ്ടല്ലോ. ഏകനായകത്തിന്റെ വേരാണത്. ഈ ഒരു വേരെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതിനകത്ത് നിറച്ച് മണ്ണും അതുപോലെ ആകെ ചെളിയും ഇതിനകത്തില്ലാത്ത എല്ലാം ആ പറിച്ചു കൊണ്ടുവരുന്ന അതേ രീതിയിൽ വരുന്ന സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മളിത് ഉരച്ച് കഴുകി വൃത്തിയാക്കി, ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു തരി പോലും മണ്ണിനകത്തില്ല. ഇതിന്റെ ഈ വേരിന്റെ ഒക്കെ ഇടയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ബ്രഷ് ഇട്ട് കഴുകണതാണ്, അല്ലാണ്ട് വെറുതെ അല്ല. ബ്രഷ് ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഈ സാധനം ചതയ്ക്കാനായിട്ട് പോകുന്നത്. ഈ സാധനം നമ്മൾ ഇതിനകത്തിട്ട് ചതയ്ക്കുമ്പോൾ അതുപോലെ പൊടിയല്ല വരിക, അത് വരുന്നത് കണ്ടോ ഇതേ രീതിയിലാണ് അത് ചതച്ചു വരുന്നത്. ഈ പറയുന്ന തടി കഷ്ണം ഏകദേശം ഈ പരുവത്തിലാണ് ഫസ്റ്റ് ചത അല്ലേ? അതെ അതെ, ഇതുപോലെ ചതച്ചു വരുന്നു. ഇനി ഇത് വീണ്ടും ഉണങ്ങും. അതാണ് ഈ സാധനം നമ്മൾ പൊടിച്ചോണ്ടിരിക്കുന്ന ഐറ്റംസ്. ഇത് ഫുള്ള് ആ പ്രൊഡക്റ്റിന്റെ എന്താ, ഇതെല്ലാം ആ സാധനമാണ്. ഇതാണ് ഇതിന്റെ പേരിനായിരുന്നു ഏകനായകം. ഇതിൽ കിടന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി നമ്മൾ വെയിലത്തിട്ട് പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ പ്രോസസ്സ് ബിലോ 3 മോയ്സ്ചറൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. എന്നാൽ മാത്രമാണ് ഇത് 3 വർഷം നമുക്കിത് കേടുകൂടാതിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ചേർക്കണം. ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ മരുന്ന് കൊണ്ട് ഏത് ലാബിൽ പോലും ടെസ്റ്റ് ചെയ്താൽ വെറും 40 രൂപയുള്ളൂ നമ്മൾ കെമിക്കൽ ചെക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു പ്രൊഡക്റ്റിൽ പോലും യാതൊരു തരത്തിലുള്ള കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ചേർക്കുന്നില്ല. ഇത് ചുമ്മാ വെറുതെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടോ മാർക്കറ്റിന് വേണ്ടി പറയുന്നതല്ല, പ്രൂവൺ ആണ്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കലോ പ്രിസർവേറ്റീവ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ പറയുന്ന കാശ് അങ്ങോട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ മേഘയോഗയുടെ ഫൈനൽ പൊടി ആകുന്ന 8 രൂപ. ഇത് അരിച്ചെടുക്കുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ ഫൈനൽ പൗഡർ ഉണ്ടാണ് അല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ഈ പൊടി ഉണ്ടല്ലോ, മേഘയോഗയുടെ ഈ പൗഡർ നമ്മൾ പൗഡർ രൂപത്തിലാണ് കൊടുക്കുന്നത്. എന്റെ ചോദ്യം വെച്ചാൽ ഇപ്പൊ ഷുഗർ ഉള്ള ഫാമിലി അപ്പൊ പറയും പാരമ്പര്യമാണെന്ന് പറയും ഷുഗർ. ഈ പാരമ്പര്യമായിട്ട് ഷുഗർ വരുന്ന ഫാമിലിക്ക് ഈ പറയുന്ന മേഘയോഗ ഒരു വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിട്ട് കഴിക്കാൻ പറ്റുമോ ഈ സാധനം? തീർച്ചയായും. കാരണം ഇതൊരു ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. ഈ ആയുർവേദ ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ നമുക്കിത് മരുന്നായിട്ട് ഉപയോഗിക്കാം, അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഒരു പ്രിക്കോഷനായിട്ട് നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം പ്രമേഹമുള്ളത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും വരുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മുന്നത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലും പാരമ്പര്യമായിട്ടാണ്, ഹെറിറ്ററിയാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. മറ്റേ മാതാപിതാക്കൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തലമുറകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വരിക എന്നുള്ളത്. ആ സാഹചര്യത്തിൽ നമ്മുടെ ഈ മെഡിസിൻ അവർക്കൊരു പ്രിക്കോഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഡയബറ്റിക് ഡ്രിങ്ക് പോലെ, ദാഹശമനി പോലെ കുടിച്ച് അവർക്ക് പ്രമേഹം എന്തായാലും വരും. പക്ഷെ ഇപ്പം അവർക്ക് വരുന്നത് ഒരു 30-40 വയസ്സെന്നുള്ളത് ഒരു 60-70 വയസ്സിൽ നമുക്ക് തള്ളിക്കൊണ്ടുപോകാനായിട്ട്. മേഘയോഗ കഴിക്കുന്ന ഒരാൾക്ക് ബ്ലഡിലെ ഷുഗർ കൺട്രോൾ ആവുന്നത് ഒരവസ്ഥ. അതുകൂടാണ്ട് നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ 100% ഗ്യാരണ്ടിയോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഞരമ്പുകളെ ബലപ്പെടുത്തി നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ, രക്തയോട്ടം കറക്റ്റ് ചെയ്തു വരുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ക്ഷീണമൊക്കെ മാറി നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് മാറും. നമ്മളിപ്പോൾ ഒരു ആരോഗ്യമുള്ള ഒരാൾ, ഇപ്പോൾ താങ്കളുടെ കയ്യിൽ തന്നെ ഒരു കയറൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഈ കെട്ടുന്നതിൻ്റെ ബാക്കിയുള്ള ഭാഗം പെട്ടെന്ന് ഒരു തരിപ്പ് ഇതൊക്കെ വന്ന് നമ്മളൊരു ഇതിൽ പോലെ അത് വിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ബ്ലഡ് വരുമ്പോൾ എന്തായിരിക്കും? ആ ഒരു എനർജി ആയിരിക്കും. നമ്മളിത് കഴിച്ച് ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ക്ഷീണമൊക്കെ മാറി നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഈ പറഞ്ഞ മാതിരി ലൈംഗികപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ നമ്മുടെ ക്ഷീണം നിറച്ചൊക്കെ മാറി നമുക്ക് നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഈ കൈകാലുകളിലുള്ള ഈ ജോയിന്റിലുള്ള നീരുകളൊക്കെ കുറച്ച് ഈ ഉറക്കം കിട്ടുമ്പോൾ നമുക്ക് നല്ല സുഖനിദ്ര, അതിൻ്റെ കൂടെ നമുക്ക് നല്ല മോഷൻ, നമ്മൾ സുഖമായിട്ട് മോഷൻ കിട്ടും. അപ്പം നമ്മുടെ ഇവിടെയുള്ള ഈ എന്താ പറയുക നീരൊക്കെ ഉണ്ടല്ലോ, ഈ ജോയിന്റുകളിലൊക്കെ നീരൊക്കെ വരും ആൾക്കാർക്ക്. പാദത്തിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നീരൊക്കെ വറ്റി അവരെ സംബന്ധിച്ചുകൊണ്ട് വളരെ ഫ്രീ ആവാൻ പറ്റും ബോഡിക്ക്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു വിടുതൽ കിട്ടുകയാണ്. അപ്പം എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, ഞരമ്പുകൾക്ക് വീക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻ്റയർ ബോഡിയുടെ ഈ രക്തോട്ടത്തിൻ്റെ ബോഡി സർക്കുലേഷൻ ബാധിക്കും. അപ്പോൾ ആദ്യ കാര്യത്തിൽ മേഘയോഗ ഞാൻ ഗ്യാരണ്ടി പറയുന്നു. പ്രമേഹമുള്ള ഒരാളെ സംബന്ധിച്ചുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ഏറ്റക്കുറച്ചിലുകളല്ല. ഷുഗർ വന്നതിന് ശേഷം അവർക്ക് ഉണ്ടാവണ ഈ ഞരമ്പുകളുടെ വീക്കം മൂലം ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ട് കൈകാൽ കഴക്കൽ, തരിപ്പ്, പുകച്ചിൽ. ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലിൻ്റെ വിരലുകളൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവുന്ന ഒരു തരിപ്പുണ്ട്, കിടന്നുറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളങ്കാലിൽ സൂചിച്ചുകൊണ്ട് കുത്തുന്ന പോലുള്ള വേദന, ഈ നമ്മൾ ഈ തീയിലൊക്കെ ചവിട്ടിയ പോലെ നമുക്ക് കാല് നിലത്ത് കൂട്ടാൻ പറ്റില്ല അവർക്ക്.
അതൊക്കെ ന്യൂറോപ്പതിയുടെ ഒരു വളരെ ഒരു എന്താ പറയുക ഒരു ഭയങ്കരമായ കാരണം പറഞ്ഞ ഒരു വീട്ടിലുള്ള ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയോട് പറഞ്ഞാൽ അല്ലെങ്കിൽ അപ്പനും മക്കളോട് പറഞ്ഞാൽ അവർക്കിത് മനസ്സിലാവില്ല. ഒരു വേദന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ പുകച്ചിരി തരിപ്പ് എന്നൊക്കെ അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് അവർക്ക് വെറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും, ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര ഡിപ്രഷൻ ആവും, കാരണം ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പം ആ ഒരു കണ്ടീഷനിൽ നിന്ന് 100% ഞാൻ പറയുന്നു നമ്മൾ മെഹ്യോ ഉപയോഗിക്കൂ. കണ്ടംകുളത്തി തരുന്ന ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 മുതൽ 12 ആഴ്ചക്കുള്ളിൽ ഈ വക ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ്ലി ക്യൂർ ആക്കി കൊടുക്കും. 12 ആഴ്ച 3 മുതൽ 12 ആഴ്ച കൊണ്ട് ഈ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കൊണ്ടുവരും. അതിൻ്റെ ഒപ്പം തന്നെ ഷുഗർ നോർമലായിട്ട് പോവുകയും ചെയ്യും. നോക്കിയേ 12 ആഴ്ച വലിയ 3-ാമത്തെ ആഴ്ച മുതൽ നിങ്ങൾക്ക് വ്യത്യാസം ഫീൽ ചെയ്യും. 12-ാമത്തെ ആഴ്ചയാകുമ്പം നിങ്ങളുടെ ഷുഗർ ഫുൾ കൺട്രോൾഡ്. ഈ പറഞ്ഞ പോലെ ന്യൂറോപ്പതി ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ആകുന്ന പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരെ ഇനി ഇതിന്റെ പാക്കിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്കതിന്റെ പാക്കിംഗ് കാര്യങ്ങളും കാണാം. അപ്പൊ അതായത് നമ്മുടെ മേഘയോഗയുടെ ഫൈനൽ പ്രൊഡക്റ്റ് പൊടിച്ചു വന്നിട്ടുണ്ട്. ഈ സംഭവമാണ് നമ്മുടെ പ്രൊഡക്റ്റ്, മേഘയോഗ് പൗഡർ, മേഘയോഗ് ചൂർണം. ഈ ചൂർണത്തിനപ്പുറം ഒരു റിസൾട്ട് വേറെ ഒന്നിനും കിട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അതിൻ്റെ അകത്ത് 100% വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറയാണ്, മേഘയോഗിന്റെ അത്രം റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് പ്രമേഹത്തിനോ പ്രമേഹാനുബന്ധ അസുഖങ്ങൾക്കോ ഇല്ല. ഇന്ന് വിപണിയിലില്ല. അത് ഗ്യാരണ്ടി ആയിട്ട് പറയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത്, ഇത് കഴിച്ച് മാറിയില്ല എങ്കിൽ നമ്മളെ വിളിച്ചോ, നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അതിന്റെ റിസൾട്ട് വന്ന ശേഷം മാത്രം അല്ലേ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. കാരണം അത്ര ഗ്യാരണ്ടി ആയിട്ട് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മെഗാ യോഗ. ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇപ്പൊ ഇതിന്റെ നമുക്ക് കാണാം കണ്ടംകുളത്തി ആണ് ആക്ച്വലി ആയുർവേദയാണ്, കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയുടെയാണ് നമ്മുടെ ഈ പറഞ്ഞ മേഘയോഗ. ഞാൻ രാജിക്കുന്നത് ഇഷ്ടംപോലെ കണ്ടംകുളത്തി ഉണ്ട് അല്ലേ? ഇത് എല്ലായിടത്തും പോയ സാധനം കിട്ടുമോ? കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്ഥാപനമുള്ളൂ. കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയ്ക്ക് സഹോദര സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അനുബന്ധ സ്ഥാപനങ്ങളോ ഏജൻസികളോ ഒന്നും ഇതുവരെ നിലവിലില്ല. കണ്ടംകുളത്തിയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിൽ മാള കുഴൂർ പഞ്ചായത്തിലെ പാറപ്പുറം ഈ സ്ഥലത്താണ്, ഇവിടെയാണ് ഉള്ളത്. ഞങ്ങളുടെ കമ്പനി ഇവിടെ തന്നെയാണ്. നമ്മളുടെ ഒരേ ഒരു ഹോസ്പിറ്റൽ, അതും IP ഹോസ്പിറ്റലുള്ളത് എറണാകുളം ജില്ലയിൽ കലൂർ എളമക്കര കറുകപ്പള്ളി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ കറുകപ്പള്ളി ഞങ്ങളുടെ ഒരു 42 റൂംസുള്ള നമ്മുടെ ഒരു പുതിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി നമുക്ക് അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടംകുളത്തി എന്നുള്ള പേര് വെച്ച് വേറെ സ്ഥാപനങ്ങളൊന്നുമില്ല. ഈ കണ്ടംകുളത്തി എന്നുള്ളത് പേരിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്ന പലരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയി ആരും വഞ്ചിതരാകരുത്. കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയ്ക്ക് അത്തരത്തിലുള്ള ഒരു സ്ഥാപനങ്ങളുമായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതായത് നമ്മൾ മുമ്പിലും പിമ്പിലും ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ആകെ നോക്കേണ്ടത് കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാല കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാല എന്നുള്ള ഒറ്റ പേര്, മുമ്പിലോ പിമ്പിലോ ഉള്ള പേരുകൾ ഞങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അത്രയും മാത്രമേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ മരുന്നുണ്ടല്ലോ, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? കാരണം ഷുഗർ ഇപ്പം പ്രശ്നമായി നിൽക്കുന്നവർ എങ്ങനെ പറഞ്ഞാലും എനിക്കറിയാം അത് 60-70 വയസ്സുള്ളവരുണ്ടാകാം, 50 വയസ്സുള്ളവരുണ്ടാകാം. അവരെ നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് കൺഫ്യൂഷനാണ് ഇത് എങ്ങനെ യൂസ് ചെയ്യണം. നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെ, കാരണം നമുക്ക് പൊടി ആയതുകൊണ്ടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിറപ്പാണെങ്കിൽ നമ്മൾ ഇത്ര സ്പൂൺ കഴിച്ചാൽ എന്ന് പറയാൻ പറ്റും. പക്ഷേ സിറപ്പിനെ സംബന്ധിച്ച് ഫ്രാൻസേട്ടൻ പറയുന്നത് ഒരിക്കലും സിറപ്പിൽ നിന്ന് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റൂല. അതിന് ആയുർവേദത്തിൽ പറയുന്നത് ചൂർണമാണ്. ആയുർവേദത്തിൽ നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ സിറപ്പായിട്ടോ ടോണിക്കായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കഷായമായിട്ടോ നമ്മൾ വിപണിയിൽ വരുന്നുണ്ടെങ്കിൽ അത് കേടുകൂടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന് പ്രിസർവേറ്റീവ്സ് ചേർത്തിരിക്കണം. അതായത് കെമിക്കൽ. ഈ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയാവുന്ന പോലെ സോഡിയം ബെൻസൈഡ് പോലുള്ള സാധനങ്ങളാണ്. നമ്മൾ മീനൊക്കെ കേടാതെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ പറയുന്നത് അത് ചേർക്കേണ്ട ഒരു അളവുണ്ട്. അതായത് 1 ലിറ്റർ അല്ലെങ്കിൽ 1 കിലോ അതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് പാടുള്ളൂ. പക്ഷേ ആയുർവേദം എന്നല്ല, ഈ ഹെർബലായിട്ട് വരുന്ന എല്ലാ സിറപ്പുകളിൽ ടോണിക്കുകളിൽ ഇത് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കേടുകൂടാതിരിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 18%, 20%, 22% വരെ അതിനകത്ത് ഈ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടാണ് ഇവരൊക്കെ ഇറക്കുന്നത്. എത്ര ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സാധനം കേടുകൂടാതിരിക്കില്ല.
അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെന്ന് കയറുന്നത് നമ്മുടെ ലിവറിനും കിഡ്നിനും ഹാർട്ടിനൊക്കെ വരുമ്പോഴാണ് ആയുർവേദം മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അടിച്ചു പോകുന്നു പറയുന്നത്. ശുദ്ധമായ ആയുർവേദത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മളുടെ അതിനിപ്പോൾ ചവനപ്രശ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള മരുന്നുകളായിക്കോട്ടെ. പക്ഷെ കഷായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ മാതിരി ചേർത്തേ പറ്റൂ. അത് ഒരാഴ്ച 2 ആഴ്ച കഴിച്ച് അസുഖം മാറുന്നതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മൾ 1 മാസം 2 മാസം 3 മാസമൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അതിന് കെമിക്കൽ എന്നല്ല, അതിന് നമുക്ക് ഒത്തിരി സൈഡ് എഫക്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പാരമ്പര്യമുള്ള ഞങ്ങൾ ഈ മേഹയോഗം എന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ടി കഷായിട്ട് ഇറക്കായിരുന്നു, അല്ലെങ്കിൽ സിറപ്പായിട്ട് ഇറക്കായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും ചൂർണ്ണമായിട്ട് ഇറക്കുന്നത് ഈ ഒരൊറ്റ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട്. ഇനി അങ്ങനെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്സൂള് അവർക്ക് നിർബന്ധമായിട്ട് നമ്മുടെ ക്യാപ്സൂൾ കഴിക്കാവുന്നതാണ്. ഇത് നമ്മളിപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ടിരിക്കുക ഒരു നേരത്തേക്കുള്ളത്. ഇത് നമ്മൾ 1 ഗ്ലാസ്സിലേക്ക് വറ്റിച്ചു കൊണ്ടുവരണം. ഈ 2 ഗ്ലാസ് ഒഴിച്ച് നമ്മൾ ഒറ്റ ഗ്ലാസ് ആക്കി മാറ്റും. ഒറ്റ ഗ്ലാസ്സിലേക്ക് വറ്റിച്ചു കൊണ്ടുവരുന്നു. അത് ഒരു നേരം കഴിക്കാനായിട്ടുള്ളതാണ്. ഒരു നേരം കഴിക്കാനുള്ള. അതെ. അപ്പൊ ഇത് ഇതുപോലെ തന്നെ നമ്മൾ രാത്രിയും ഉണ്ടാക്കുക. അങ്ങനെ 2 നേരമാണ് കഴിക്കേണ്ടത്. ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് 2 നേരം, രാവിലെയും രാത്രിയും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ 2 ഗ്ലാസ് ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്, 2 സ്പൂൺ ഇട്ടു. ഞാൻ ചോദിക്കട്ടെ, രാവിലത്തെ രാത്രി ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായും നമുക്ക് മാക്സിമം 2 നേരത്തെ ഒരുമിച്ച് ഉണ്ടാക്കാം. അതിൽ കൂടുതൽ ഉണ്ടാക്കിയത് കാരണം ഇതൊരു കഷായ ഫോമാണ്. നമ്മൾ 2-ൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയാൽ ഇത് ചിലപ്പോൾ പുളിച്ചു പോകും, വളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നമുക്ക് രാവിലത്തെ വൈകുന്നേരത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ രാവിലത്തെ അങ്ങനെ 2 നേരത്തെ ഒരുമിച്ച്. അപ്പോൾ ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂണിന് പകരം 4 ടേബിൾ സ്പൂൺ പൗഡർ എടുക്കുക. ഇതിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് ശരിക്കും തിളപ്പിച്ച് 2 ഗ്ലാസ്സിലേക്ക് വറ്റിച്ച് കൊണ്ടുവരിക. അത് വറ്റിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അരിച്ചെടുത്ത് അത് 2 ആക്കണം. ഒന്ന് രാവിലെ കഴിക്കുക, ഒന്ന് രാത്രി കഴിക്കുക. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ്. ഇനി നമ്മൾ അരിച്ചെടുക്കാൻ പോയാണ്. അതെ, നമ്മൾ 1 ഗ്ലാസ് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മേഘയോഗ എന്ന ഈ പറഞ്ഞ ഷുഗറിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഫലവത്തായിട്ട് ഇന്ന് കിട്ടുന്ന ഒരു മെഡിസിനാണ് ഈ കാണുന്നത്. ഇതാണ് രാവിലെയും രാത്രിയും അല്ലേ ഈ ഓരോ ഗ്ലാസ് വെച്ച് കഴിക്കേണ്ടത്. അതെ, ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ്. നല്ല ചൂടാണ്, ചൂടാറി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല കയ്പുണ്ട്, അത്യാവശ്യം നല്ല കയ്പുണ്ട് കേട്ടോ. പക്ഷെ ഈ കയ്പുണ്ടെങ്കിലും അതിനൊരു സുഖമുള്ള കയ്പാണ്. ഇപ്പോഴല്ല സുഖം വരുന്നത്, ഈ പറയാൻ 90 ദിവസം ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സുഖം വരും. കാരണം കാലത്ത് അരിപ്പും ആ പുകച്ചിലൊക്കെ മാറുമ്പോൾ ഒരു സന്തോഷമൊക്കെ കിട്ടും. ഇതാണ് നമ്മുടെ മേഘയോഗിൽ നിന്ന് തന്നെ നമ്മുടെ ഷുഗർ കുറയ്ക്കുന്ന ക്യാപ്സൂളാണ്. ഈ ക്യാപ്സൂൾ എങ്ങനെ കഴിക്കേണ്ടത്? ഈ ക്യാപ്സൂൾ കഴിക്കേണ്ടത് രാവിലെയും രാത്രിയിലും ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ തന്നെ. പക്ഷേ ഇതുപോലെ തന്നെ, പക്ഷെ 3 ക്യാപ്സൂൾ വെച്ച് 3 വെച്ച് എന്നാലാണ് നമ്മൾ ഈ ഇതിന്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. 3 ഒരു നേരം. അതെ, ഒരു നേരം 3 വെച്ച് 9 എണ്ണം കഴിക്കണം. അല്ല, 6 രാവിലെയും രാത്രിയിലും ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ 3 വെച്ച് കേട്ടാ. ഇതാണ്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ താങ്കൾ ഈ പുകച്ചിൽ, കൈകൾ കഴക്കൽ, തരിപ്പൊക്കെ മാറാനായിട്ട് നമ്മളിപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതും ഇപ്പോൾ രാവിലെ വൈകുന്നേരവും ഈ മരുന്ന് കഴിക്കുന്നത് നമ്മളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ബ്ലഡിലുള്ള ഷുഗറിനെ. ഇതിന്റെ കൂടെ നമ്മളുടെ ഞരമ്പുകളെ ബലപ്പെടുത്തി ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം നമ്മളെ ഞരമ്പുകൾ അറിയാലോ എപ്പോഴും രക്തവാഹിനികളാണ്, രക്തത്തിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ രക്തം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മരുന്ന് വെച്ചാലൊന്നും നിൽക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ മേഘയോഗ പൗഡർ തന്നെ, അതിപ്പോൾ ക്യാപ്സൂളാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിലും ഇതേ പൗഡർ തന്നെ നമ്മൾ ദാഹശമനിയായിട്ട്, അങ്ങനെ കഴിക്കാൻ പറ്റുന്നത്, അത് ദാഹശമനായിട്ട് നമ്മൾ തിളപ്പിച്ച് കുടിക്കണം. കാരണം 1 ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ട് ഒരു 4-5 മിനിറ്റ് വെട്ടി തിളപ്പിക്കുക. തിളപ്പിച്ചിറക്കുമ്പോൾ ഇതുപോലെ അരിച്ച് പിഴിഞ്ഞെടുത്ത് അവിടെ വയ്ക്കുക. വെള്ളം ദാഹിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ അത് ഞരമ്പുകളിൽ കൂടെ പോയി നമ്മുടെ ഞരമ്പുകളെ ബലപ്പെടുത്തി സർക്കുലേഷൻ കറക്റ്റ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുന്നു. അപ്പൊ ഇത് ഒരു അടിപൊളി സംഭവമാണ്. ഇതൊരു അമൂല്യമായ സാധനമാണ്. 176 വർഷം പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ മേഘയോഗ. എല്ലാ ഇംഗ്ലീഷ് ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിലും മേഘയോഗ പൗഡറും ക്യാപ്സൂളും അവൈലബിൾ ആണ്. കൂടാണ്ട് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇത് അയച്ചു കൊടുക്കും, വീട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇത് കഴിച്ച് രോഗം മാറിയ 6-7 പേര് ഇതിന്റെ ഏജൻസി എടുത്ത് ഓരോ പഞ്ചായത്തിലും ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഇപ്പോഴല്ല തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ച് കഴിച്ചു നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പരിചയം ആർക്കാണെ അവർക്ക് ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരുടെ ഷുഗർ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഏജൻസി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം ഈ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാൻസ് ചേട്ടൻ പറഞ്ഞു തരും. അപ്പൊ വീണ്ടും മറ്റു വീഡിയോ വീണ്ടും കാണാം. പക്ഷേ ഒരു കാര്യം വീണ്ടും പറയുന്നു, ഇത് ഷെയർ ചെയ്യുക, മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുക, ഒരുപാട് പ്രയോജനപ്പെടും.